ഹായ്, ഇന്നത്തെ ഒരു സിമ്പിൾ സീക്വൻസ് വർക്കാണ്. നമുക്ക് കുർത്താസിൻ്റെ കൂടെ ജീൻസിൻ്റെ ടോപ്സിൻ്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വർക്കാണ്. ഇത് ഞാൻ ഡയമണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത്. ഈ സെയിം വർക്ക് തന്നെ നമുക്ക് സർക്കിളിലും ചെയ്യാനായിട്ട് പറ്റും. ഇത് ടോപ്പിൽ ഫുള്ളായിട്ട് ചെയ്താലും ഭംഗിയുണ്ട്. നെക്കിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ചെയ്യുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഡയമണ്ടിൻ്റെ ഒരു വൺ സൈഡ് വരുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് 1/2 സെൻറ്റിമീറ്റർ ആണ്. ആദ്യത്തെ ഡയമണ്ടിൽ ഞാൻ 3 കളർ സീക്വൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ സീക്വൻസിന് 10 രൂപയുള്ളൊരു പാക്കറ്റിന്. അതുപോലെ എംബ്രോയ്ഡറി നൂലെടുക്കുന്ന സമയത്ത് സീക്വൻസുമായിട്ട് ഏകദേശം മാച്ച് ആയിട്ടുള്ള ഒരു കളർ എടുക്കുന്നതാണ് കുറച്ചും കൂടെ ഭംഗി കാണാനായിട്ട്. ഇടയ്ക്ക് സീക്വൻസസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തതായിട്ട് റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതിയായിരിക്കും. അതുപോലെ ഈ സീക്വൻസസ് തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് വേണം ചെയ്യാനായിട്ട്. ഓരോ സീക്വൻസും എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് കാണണം, എന്നാലേ വർക്കിന് കുറച്ചും കൂടെ ഭംഗി തോന്നിക്കുകയുള്ളൂ. കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ പുറകിൽ ടൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റ് അല്ലെ സെക്കൻഡ് റൗണ്ടായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ സീക്വൻസസ് ആണ്. അത് ഫുള്ളി അത് തന്നെയായിട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികം ടൈം എടുക്കുകയല്ല, ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് പറ്റുന്ന ഒരു വർക്കാണ്. ഞാൻ ബാക്കിൽ നിന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു മിറർ വർക്കിൻ്റെ ഒരു ഫീല് തോന്നിക്കുകയും ചെയ്യും. നല്ല ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ്.
നൈറ്റ് ഫങ്ഷൻസിനൊക്കെ ഇടുന്ന സമയത്താണേലും നല്ലൊരു ഭംഗിയുണ്ട്. സോ താങ്ക് യു സോ മച്ച്.